ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഫാദർ ദാനിയേൽ പൂവത്തെങ്കിൽ എന്ന് പറയുന്ന കത്തോലിക്കരിലെ ഒരു അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ആ പ്രസ്താവന എന്താണെന്ന് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടത്, പലരും പറഞ്ഞ എന്താണ്, സഭ തെറ്റ് തിരുത്തി. എനിക്ക് അതിനോടുള്ള എൻ്റെ പ്രതികരണം, തെറ്റ് നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ തിരുത്തിയായിരുന്നെങ്കിൽ ആ പറഞ്ഞ ശരിയാണ്. എന്ത് തെറ്റ് തിരുത്തിയതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ലേഖനം വായിക്കുകയാണ്, ഒടുവിൽ ഇതാ കത്തോലിക്ക സഭ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ അത് ശരിയാകണമെങ്കിൽ സഭ നേരത്തെ ഒരു തെറ്റ് പഠിപ്പിച്ചിട്ട് ഇപ്പൊ പറയാണ്, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്, അത് തെറ്റായിരുന്നു, തിരുത്തിക്കോണം. അങ്ങനെയാണെങ്കിൽ എന്താവും? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ന്യൂസൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ കേൾക്കുന്നതോ അവരുടെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിത് വായിച്ചു നോക്കാതെ, ഇത് കണ്ടിട്ട് പോലും ഇല്ലാതെ, ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാതെ അറ്റമുറിയും കേട്ടവര് ഇത് കേട്ടിട്ട് ഇതിനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വിശ്വാസികൾക്ക് എന്തുണ്ടായി? ആശയക്കുഴപ്പമുണ്ടായി. ചില ആളുകൾ ഇപ്പൊ ചോദിക്കാണ്, അപ്പൊ ഇനി കൊന്ത ചൊല്ലാവോ? അയ്യോ, ഇനി നന്മ പറഞ്ഞ പറയും ചൊല്ലാവോ? ഇനി മാതാവിന്റെ സ്റ്റാച്ചു എല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ച ഭക്തരായ ശുദ്ധാത്മാക്കൾ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് ഒലഞ്ഞു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, പരിശുദ്ധാത്മാവാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, അവിടെ ഇരുന്ന് എഴുതുന്ന ആളുകളല്ല. ആരാണ്? അതുകൊണ്ട് സഭ പ്രബോധനമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒന്നും തെറ്റില്ല, തിരുത്തേണ്ട വരുത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്, അത് പറഞ്ഞിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാ പറഞ്ഞത്. ഒന്നാമത്തേത് അപ്പോ മലയാളം അറിയാവുന്ന ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു, സഹരക്ഷക എന്ന് പറയരുത്, സഹരക്ഷിക എന്ന് പറയണം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സഭയോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, സഭയ്ക്ക് തെറ്റു പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സഭയ്ക്ക് തെറ്റു പറ്റി എന്നുള്ള കാര്യം 100% സത്യമായ കാര്യമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ന്യായീകരണം നടത്തുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ ആൾക്കാർക്കോ തെറ്റു പറ്റിയിട്ടില്ല. പിന്നെ ആർക്കാണ് തെറ്റു പറ്റിയെന്ന് ഇദ്ദേഹം പറയുന്ന, കരിസ്മാറ്റിക് നടത്തുന്ന ആൾക്കാര്, പുസ്തകം എഴുതുന്നവർ, ഇവരൊക്കെ തെറ്റിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണോ? ഒരിക്കൽ അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു മീറ്റിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബന്ധിക്കോസുകാര് കത്തോലിക്കർ എഴുതിയ ബൈബിൾ അടിച്ചുകൊണ്ട് പോയി അതിനെയാണ് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാലാകാലങ്ങളായി പിതാക്കന്മാർ പഠിപ്പിച്ചു വന്നത് കാര്യങ്ങളാണ് സത്യത്തിൽ ദൈവവചനത്തിൽ പറയുന്നതും അതാണ് ഫോളോ ചെയ്യേണ്ടതെന്നും അത് ജനങ്ങളെ അതാണ് പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞ അച്ഛൻ ഇപ്പോൾ പറയുന്നു സഭയ്ക്ക് തെറ്റു പറ്റിയില്ല എന്ന്. കാരണം നമ്മൾ കൃപാവരങ്ങളുടെ മാതാവെന്ന് വിളിക്കാൻ പാടില്ല, സഹരക്ഷക എന്ന് വിളിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും നാളും കത്തോലിക്ക സഭ എന്തായിരുന്നു മറിയത്തെ വിളിച്ചുകൊണ്ടിരുന്നത്? സഹരക്ഷകയെന്നും അതുപോലെ തന്നെ കൃപാവരങ്ങളുടെ മാതാവെന്നും അല്ലെ? ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാതാവിന്റെ പേരിലായിരുന്നു അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. മാതാവിന്റെ പേര് പറയുക, മാതാവിന്റെ പേരിലാണ് അത്ഭുതം. യേശുക്രിസ്തുവിന്റെ നാമത്തിലൊന്നും അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല. അവർക്ക് മാതാവായിരുന്നു അവരുടെ പ്രധാന ഭക്തികളിൽ ഒന്ന് എന്ന് പറയുന്നത്. അവർക്കത് തെറ്റു പറ്റിയിട്ടില്ല എന്നാണ് സമ്മതിക്കുന്നത്. കാരണം തെറ്റു പറ്റി എന്ന് പറഞ്ഞു പോയെങ്കിൽ ആളുകൾ വേറെ എന്തെങ്കിലും വിശ്വസിച്ച് പോകുമോ എന്നുള്ളതായിരിക്കാം അച്ഛൻ ഇങ്ങനെ ഒരു ന്യായീകരണത്തിന് മുതിർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അച്ഛൻ ഇന്നും വ്യക്തത വന്നിട്ടില്ല. മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. മാതാവ് സഹരക്ഷകയുമല്ല, മധ്യസ്ഥതയുമല്ല. പിന്നെ എങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? മാതാവ്
പ്രാർത്ഥിക്കണമെങ്കിൽ, കാരണം യേശു ക്രിസ്തുവും മാതാവും തമ്മിൽ രക്ഷയിൽ ഒരു എന്താ പറയുക, പകുതി ഭാഗം രക്ഷയിൽ എടുത്തെങ്കിലല്ലേ ഉള്ളൂ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കണം, അച്ഛൻ പറഞ്ഞതിൽ വ്യക്തതയില്ല. അച്ഛൻ പറഞ്ഞതിൽ പൂർണ്ണമായും വ്യക്തതയില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. ഒന്നാമത്തെ അച്ഛൻ പറഞ്ഞു, ആരോ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. തെറ്റിദ്ധരിപ്പിച്ചതല്ല, അവർക്ക് സംഭവിച്ച തെറ്റാണ്. അവരത് ചൂണ്ടിക്കാണിക്കേണ്ടതും അവരതിൽ നിന്ന് മാറേണ്ടതും ആവശ്യമായ കാര്യം തന്നെയാണ്. പലപ്പോഴും അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അവരവരുടെ തെറ്റായിട്ട് അവർ കാണിക്കുന്നില്ല. ഇപ്പോൾ മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ന്യായീകരണങ്ങളിൽ ഒരു വസ്തുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബുക്ക് ഓഫ് ലോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ.